ഹലോ, ഞാനും ചിപ്പിക്കുട്ടിയും ഇവിടെ പുല്ല് പറിക്കാൻ വന്നിരിക്കുകയാണ് പറമ്പിൽ. ഞാനിവിടെ പുല്ല് എത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനങ്ങനെ പ്രത്യേക ഒരു സാധനം മാത്രമൊന്നുമല്ല ചെത്തുന്നത്. ഇവിടെ നിൽക്കുന്ന എല്ലാത്തരം കാടുകളും പള്ളകളും ആടുകൾ തിന്നും. ഇതെല്ലാം കൂടെയാണ് ഞാനിത് ചെത്തിയിട്ടിരിക്കുന്നത്. എനിക്ക് പുല്ല് ചെത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ നായയാണ് എനിക്ക് കൂട്ടിന് വരുന്നത്. ഞാനിവളെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവള് ഒരു നല്ലൊരു പട്ടി തന്നെയാണെന്നറിയാമല്ലോ. നമ്മൾ കാണാത്ത എന്തും അവർ കാണും. ഒരനക്കം കേട്ടാലും അവർക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നല്ല ശ്രദ്ധയോടെയാണ് അവർ നിൽക്കുന്നത്. നമ്മളെ ഇട്ടിട്ടെങ്ങും പോവില്ല. ഇതൊരു പെൺ നായക്കുട്ടിയാണ്. ലാബ് ഇനത്തിൽപ്പെട്ടവളാണ്. ഇവൾക്കൊരു 1.5 വയസ്സാകുന്നു. അപ്പോൾ ഒരുവിധം 2 മാസം 3 മാസം ആയപ്പോൾ മുതൽ ഇവൾ നമ്മുടെ കൂടെ, ഞാൻ എൻ്റെ കൂടെ പുല്ല് പറിക്കാനായിട്ട് കൊണ്ടുവരും. അത് എനിക്കുള്ളൊരു ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൾ ഓടി നടന്ന്, എനിക്ക് പാമ്പിനെയാണ് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് കേട്ടോ. അപ്പോൾ അവൾ ഇതിനകത്തൂടെ എല്ലാം ഓടി നടന്ന് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജീവികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പൊയ്ക്കോളുമല്ലോ എന്നൊക്കെയുള്ളൊരു വിശ്വാസത്തിലാണ് ഇവളെ കൊണ്ട് നടക്കുന്നത്. പിന്നെ ഒരു ആൾ നിൽക്കുന്നത് പോലെയുള്ളൊരു കൂട്ട് നമുക്ക് ഈ ഒരു പട്ടി നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു ഫീലിങ്സാണ് നമുക്ക്. നമ്മുടെ കൂടെ ഒരാളുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു വിചാരമാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാനിവിടെ പുല്ല് ചെത്തുമ്പോൾ, ഇതൊരു തോട്ടമാണ്, നമ്മുടെ അടുത്തുള്ളൊരു തോട്ടമാണ്, നമ്മുടേതല്ല. അപ്പം നമ്മളിത് ചെത്തുമ്പം ഇതിനകത്ത് വെട്ടുകാർ വെട്ടുന്ന തോട്ടമാണ്. ഇതിനകം മുഴുവൻ കാടാണ്. അപ്പം നമ്മളിത് ഇങ്ങനെ തെളിച്ച് പോകണമെങ്കിൽ അവർക്കും ഒരു സഹായമാകും, നമുക്ക് പുല്ലുമാകും. നമ്മുടെ ഇതിനകത്ത് ഇപ്പം എന്താണ് നിൽക്കുന്നത്, പുല്ലാണോ ചവറാണോ അങ്ങനെ ഒന്നും പറയാനായിട്ടില്ല. ഈ നിൽക്കുന്ന എല്ലാ സാധനവും ആട് തിന്നും. ഏറ്റവും കാപ്പിയില വേണമെങ്കിൽ അതും തിന്നും, എന്തും തിന്നും കേട്ടോ. ആടുകൾ അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതേ കൊടുക്കാവൂ അങ്ങനെയൊന്നുമില്ല. എന്ത് സാധനവും ഞാൻ എൻ്റെ ആടുകൾക്ക് കൊടുക്കും. ഇനി തീറ്റ ഒന്നും ഇല്ലെങ്കിൽ 2 ഓലമടല കിട്ടിയെങ്കിൽ അതും കൊടുക്കും, കച്ചി കൊടുക്കും. ഈ നിൽക്കുന്ന ഈ നിൽക്കുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആടുകൾ തിന്നും. അപ്പോൾ നമുക്ക് ഒരാടിനെ വളർത്താനൊന്നും ഒരു പ്രയാസവും ഇല്ല. 2 3 ആടുകളെ വളർത്തുന്നവർക്ക് അവനവൻ്റെ വീട്ടിലെ പാലിൻ്റെ ആവശ്യത്തിനും ഒക്കെ നമ്മൾ ഒരു പശുവിനെ വളർത്തുക എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നിയിരിക്കുന്ന ആടിനെ വളർത്തുന്നതാണ്. പിന്നെ പശുവിനെ കൊണ്ടുള്ളൊരു ഗുണം, നമുക്ക് ദിവസേന അതിനകത്തുനിന്നൊരു വരുമാനം കിട്ടും. പക്ഷേ ഇത് നമുക്ക് ആട്ടിൻകുട്ടികളെ കൊടുക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാല്, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ചാണകം, ഇങ്ങനെയൊക്കെ, അതുപോലെ അതൊക്കെയാണ് നമുക്ക് മുടക്ക് കാശ് നമുക്ക് ഊരി കിട്ടും തന്നെയാണെങ്കിലും. പിന്നെ ലാഭമെന്ന് പറയുന്നത് നമ്മുടെ ചാണകവും പാലും. ഞാനൊരു 2 ലിറ്റർ പാല് വരെയൊക്കെ ഒരു ദിവസം കറന്നെടുക്കാറുണ്ട്. അപ്പോൾ ആട്ടിൻ പാലിൻ്റെ വില അറിയാമല്ലോ. ഒരു ലിറ്ററിന് ഒരു 100, 120, 150 വരെയൊക്കെ വിലയുണ്ടെന്നാണ് പറയുന്നത്. ആരും വാങ്ങിക്കത്തില്ല നമ്മളോട്, നമ്മൾക്ക് ഉപയോഗിക്കാം അത്ര തന്നെ. കാരണം വെച്ചാൽ ഇതിന് ഈ വില കാരണം കൊണ്ട് ആരും തന്നെ വാങ്ങിച്ചുപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ വാങ്ങിച്ചാൽ തന്നെ 2 കുടം 3 കുടം അങ്ങനെ കൊടുത്താലും നമുക്കൊരു മെച്ചമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ പുല്ല് ചെത്തിയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഈ തോട്ടത്തിൽ നിന്ന് ഇതെല്ലാം ശേഖരിക്കുന്നത്, തീറ്റ ശേഖരിക്കുന്നത്. വേണ്ട, ഞാനിവിടെ ചാക്കിൽ ഇങ്ങനെ വെട്ടി വാരി വെച്ചിരിക്കുകയാണ്. എൻ്റെ പട്ടി എൻ്റെ കൂടെ നിന്നോളും. അവളിവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിയൊന്നുമില്ല. ഇപ്പം ഒരു 5 മണി ഒക്കെ ആകാറായിട്ടുണ്ട് സമയം, വൈകുന്നേരം. അപ്പോൾ ഇത് കണ്ട, ഇവിടെ എല്ലാം ഞാൻ തെളിച്ചിരിക്കുന്നതാണ്. വെട്ടുകാർക്ക് ഇതൊരു സൗകര്യവും കൂടെയാണ്. അവർക്ക് ഇങ്ങനെ ഒരാളിനെ നമുക്ക് ഇങ്ങനെ തെളിക്കുമ്പോൾ നമ്മളിങ്ങനെ ചെയ്തു പോകുമ്പോൾ അവർക്കും നടക്കാൻ എളുപ്പമുണ്ട്, നമുക്കും നടക്കാൻ എളുപ്പമുണ്ട്, പേടിക്കാതെ നടക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പുല്ലിൻ്റെ കാര്യങ്ങൾ നമുക്ക് നീക്കി കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് ഇച്ചിരി കയറ്റമുണ്ട് നമ്മുടെ വീട്ടിലേക്ക്. ഇത് നല്ല, ഇവിടെ എങ്ങും ഒരു വീടുകൾ കാണാനില്ല, കണ്ടോ. ഇവിടെ എല്ലാം പറമ്പുകളിങ്ങനെ
ഒരുപാട് പറമ്പുകൾ ഉള്ളവരാണ്. അതിനകത്തൊക്കെ ഇങ്ങനെ ആടുകളുടെ തീറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള പുല്ലല്ല കേട്ടോ, പുല്ലല്ല, ഇങ്ങനെയുള്ള ചവറുകൾ, ഈ പിള്ളകളെല്ലാം, ഈ കാടുകളെല്ലാം തന്നെ ആട് തിന്നുക. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് കാടൊക്കെ തന്നെ ഉള്ളത്, ആട് തിന്നുമല്ലാതുള്ളത്. ബാക്കിയെല്ലാം ഞാനിങ്ങനെ ഒന്നും ഒഴിച്ച് മാറ്റാറില്ല, എല്ലാം സഹിതമാണ് ചെത്തിക്കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. അതൊരു തുള്ളി പോലും കളയാതെ അവർ ഒരു 1-2 മണിക്കൂർ കൊണ്ട് അവർ തിന്ന് തീർക്കും. ഒരു തുള്ളി അവർക്ക് കളയാനില്ല ഈ കിടക്കുന്ന സാധനങ്ങളൊന്നും തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ പുല്ലിയത്ത് കാര്യങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒരു വലിയ പ്രയാസപ്പെട്ട കാര്യമാണെന്നോർത്ത് ആരും ഇതിനൊന്നും വളർത്താതിരിക്കരുത്. നമുക്ക് ഈ ആടിനെ വളർത്തുന്നതിൽ കൂടി നമുക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, സംതൃപ്തി ഒക്കെ ഉണ്ടാകാറുണ്ട്. ആട്ടുകുട്ടികളെ കാണുന്നതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യം. അവരുടെ കളിയും ഒക്കെ നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നമ്മൾ ഒരു കൃഷി ഒക്കെ ചെയ്ത് ജീവിക്കുന്നവർ എപ്പോഴും നല്ല മനസ്സുള്ളവരായിരിക്കും. ഒരു മൃഗങ്ങളെയൊക്കെ സ്നേഹിച്ചും അവരെയൊക്കെ വളർത്തിയൊക്കെ നമ്മൾ ഒരു മനുഷ്യരെ പോലെ ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ ആണ് കൂടുതലും. ഇന്നിപ്പം പുതിയ തലമുറകൾക്കൊന്നും ഇതൊന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ല. അവരൊക്കെ ഇതിലേക്കൊക്കെ വരണം. പഴയ ആൾക്കാർക്കും ചെയ്യാം. ഇതൊക്കെ ഒരു ആടിനെ വളർത്തലൊക്കെ ഈസി ആയിട്ട് ഒരു 3-4 ആടിനെ ഒരു പ്രയാസവും ഇല്ലാതെ വളർത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ആടിനെ വളർത്തുമ്പോൾ നമുക്ക് മാത്രമല്ല അതുകൊണ്ട് ഗുണം. ഇപ്പോൾ കണ്ടോ, ഈ പറമ്പിലെ കാടുകൾ ഒരുപാട് വെട്ടിപ്പോകുന്നു, അപ്പോൾ അവർക്ക് ഗുണം. അതുപോലെ നമ്മൾ പാല് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മളൊരാടിനെ കൊടുക്കുമ്പോൾ അതിനെ ചിലപ്പോൾ ഇറച്ചിക്കായിട്ടും ഒക്കെ ആയിരിക്കും ഓരോരുത്തർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൽ കൂടി കുറേ പേരുടെ ഭക്ഷണാവശ്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ചാണകം നമ്മുടെ സസ്യങ്ങൾക്ക് ആവശ്യത്തിനുള്ള വളർച്ചയ്ക്ക് ആവശ്യത്തിനുള്ള ചാണകം നമുക്ക് വീട്ടിൽ കിട്ടും. ഇങ്ങനെ ആടിനെ വളർത്തുന്നതൊക്കെ പറമ്പുകളൊക്കെ നോക്കിയൊക്കെ തന്നെ അറിയാം. അവിടെ കപ്പളമായിട്ടും ഇങ്ങനെ ഒരുപാട് പല വൃക്ഷങ്ങളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഇത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വളർന്നു വരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് കറി ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറി വളർത്താനാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ചാണകം ഉപയോഗിക്കാം. പിന്നെ അങ്ങനെ കൃഷിയെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങണ്ട ഇവളുടെ ഓട്ടം കണ്ടോ, എനിക്ക് ജീവനാണ് ഈ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് മാനസിക സന്തോഷം തരുന്നുണ്ട്. വാ നമുക്ക് പോയേക്കാം വീട്ടിൽ പോവാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കേ.